എവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി. ഓക്കെ, ഈ കറണ്ട് എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. 3 ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വരും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ടൈംലെസ് റീഡിംഗ് ആണ് കേട്ടോ. എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നത്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഒരു പോസിറ്റീവ് മെസ്സേജായിട്ട് സ്വീകരിക്കുക. അപ്പോൾ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം ഒരു പൈൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് ഒന്നോ അതിലധികം ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കങ്ങ് നോക്കിയാലോ. ഓരോ പൈലിനും 3 ഒറാക്കിൾ കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് എനിക്ക് ഫസ്റ്റ് വരുന്നത് വാരിയർ എനർജിയാണ്. ദ വാരിയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ചിലർക്ക് ഫാമിലി പരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലർക്ക് ജോലി സംബന്ധമായിട്ട് ഓഫീസിലുള്ള ടെൻഷൻ, പ്രഷർ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തലയിൽ ഏറ്റെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരുപാട് ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഷോൾഡറിൽ വലിയൊരു ഭാരം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം പലർക്കും. ചിലർക്കത് മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളായിരിക്കാം. അപ്പോൾ അകത്തും പുറത്തും ഒരു തരം പ്രഷർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഈ ഒരു സമയത്ത് ഉണ്ടാവുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് പ്രാക്ടീസ് ചെയ്യുക. അതായത് അവനവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ലോകത്തൊരാൾക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പുറമെ ആരെങ്കിലും എന്നെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒരു ഭാരം ഏറ്റെടുക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടായേക്കാം. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്. സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെസ്റ്റ് എടുക്കേണ്ട ടൈമിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അവനവനെ അറിയാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവനവൻ എന്ത് കൊടുത്തു, അല്ലെങ്കിൽ അവനവനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയം. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഒറാക്കിളായിട്ട് വരുന്നത്, നെക്സ്റ്റ് എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നത് എൻജോയ്മെൻ്റ് ആണ്. ഈ ഒരു സമയം നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ടൈം കണ്ടെത്തുക. ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ എടുത്ത് നമുക്ക് ആദ്യത്തെ കാർഡിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഈ ഒരു എനർജി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻജോയ്മെൻറ്റിന് കൂടി സമയം കണ്ടെത്തുക. അപ്പോൾ ഒരുപാട് നാളത്തേക്കൊന്നും നമ്മൾ ഈ പ്ലാനറ്റ്സിൽ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു ലൈഫ് ടൈം ഉണ്ട്. ആ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട് അതുകൂടി നോക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾ എൻജോയ്മെൻറ്റിന് കൂടി സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻജോയ് ചെയ്യുക. ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാടങ്ങ് ആലോചിക്കുന്നത് കൊണ്ട് യാതൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടെന്നല്ല, പക്ഷേ ഒരുപാട് പ്രഷറിൻ്റെ കൂട്ടത്തിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ നോ പറയണം, അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. സഹായം വേണ്ട സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും സഹായം ചോദിക്കാൻ മടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റ്സ് അത് നിങ്ങൾ മറന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എനർജി ശരിക്കും ജൂൺ ജൂലൈ മാസങ്ങളിൽ ബ്യൂട്ടിഫുൾ എനർജി, അപ്പോൾ ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, ബ്യൂട്ടിഫുൾ എനർജി കൂടി നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സമയം പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും പാസ് ചെയ്ത് പോകുന്നതാണ്. ഇതും കടന്നു പോകുന്നുള്ളൊരു വാക്യം നിങ്ങൾ ഈ സമയം ഓർക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ഈ ഒരു വാക്ക് ഓർമ്മിക്കുക. ഓക്കെ, അപ്പം ഇതാണ് സെക്കൻഡ് ഒറാക്കിൾ നിങ്ങൾക്ക് തരുന്നൊരു എനർജിയായിട്ട് കാണിച്ചു തരുന്നത്. സെക്കൻഡ് ഒരു മെഡിസിനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു കാർഡാണ് ലഭിക്കുന്നത്. മെഡിസിൻ, അതായത് ഈ ഒരു സമയം മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മദർ എർത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, സ്ട്രെസ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും മദർ എർത്ത്, മദർ നേച്ചർ തീർച്ചയായിട്ടും നിങ്ങളെ
ഹീൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മെഡിസിൻ നേച്ചറാണെന്നുള്ള സത്യം നിങ്ങൾ ഓർമ്മിക്കുക. ബാർ ഫൂട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെരുപ്പിടാതെ മണ്ണിൽ കൂടി നടക്കുക. ഇത് നിങ്ങളും എർത്തുമായിട്ടുള്ള ഭൂമിയായിട്ടുള്ള ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. ചിലർക്ക് ബുക്സാണ് ഏറ്റവും വലിയ മെഡിസിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് വാട്ടറാണ്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ലഭിക്കുന്നത്, അപ്പോൾ മദർ തന്നെ വാട്ടർ കണക്റ്റഡ് ആണ്. അപ്പം ചിലർക്കത് വാട്ടർ സംബന്ധമായിട്ട് ഏതെങ്കിലും ഒരു സീ സൈഡിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ റിലാക്സേഷൻ ഉണ്ടാകുന്നത്. സോ നിങ്ങളുടെ മെഡിസിൻ ഭൂമിയിൽ തന്നെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ചിലർക്ക് ബുക്സാണ്. ഓക്കെ, അപ്പോൾ ബുക്ക് വായിക്കുന്ന സമയത്ത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഫീൽ ഉണ്ടാവും ചിലർക്ക്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ മെഡിസിൻ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ടിങ് കൂടി പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു സമയത്ത് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫിൻ്റെ ഭാഗമാണ്. ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് നമ്മളെ എനർജി ഓവർവെൽമിംഗ് ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ആൻഡ് ഫ്രസ്ട്രേഷൻ തരുന്നതാണ്. സോ ഈ ഒരു സമയം നിങ്ങൾ ആങ്ഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒക്കെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രെസ് ഒരിക്കലും ഇതിൻ്റെ അവസാനം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ല എന്നുള്ള കാര്യം ഓർക്കുക. വീണ്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. വീണ്ടും പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. സോ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഏതൊരു കാര്യത്തിൽ നിന്നായാലും ബ്രേക്ക് എടുക്കുക തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് എനിക്ക് എനർജി ആയിട്ട് വരുന്ന നിങ്ങളുടെ കറണ്ട് എനർജി ഇങ്ങനെയാണ് ലഭിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് എനിക്ക് ലഭിക്കുന്നൊരു എനർജി പിങ്ക് ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈയുടെ എനർജിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഇന്നർ വേൾഡിൽ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. സോ കടന്നു പോകുന്നു, പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു, പക്ഷേ അത് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കറണ്ട് എനർജി കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഷാഡോ സൈഡിലാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഷാഡോ സൈഡിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇൻസെക്യൂരിറ്റി, നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ അഭിമുഖീകരിച്ചിട്ട് അതുമായിട്ടൊരു ഇന്നർ പീസിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. പലരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓക്കെ, പുതിയ എനർജിയിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു എനർജി വേണമെന്നുള്ളൊരു ചിന്താഗതിയാണ് പലർക്കും കാണാൻ സാധിക്കുന്നത്. പഴയ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സമയം. സ്വയം അവനവൻ്റെ ഇന്നർ സെൽഫിനെ അവഗണിക്കാതിരിക്കുക. നിങ്ങളുടെ ഷാഡോ സെൽഫിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നർ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളെവിടെയെങ്കിലും ഒരുപാട് നേരം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതോ ഒന്നുമല്ല, യോഗ ചെയ്യുന്നതോ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞ് സ്നേഹിച്ച് നമ്മളുമായിട്ട് നമ്മളൊരു അലൈൻമെൻറ്റിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഇന്നർ സെൽഫ്, ഏറ്റവും വലിയ ഇന്നർ വർക്ക്, ഏറ്റവും വലിയ ഷാഡോ വർക്ക് എന്നുള്ള സത്യം തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹീലായി തുടങ്ങുന്ന സമയത്ത് അവനവൻ്റെ ആ ഒരു ഏറ്റവും മോശപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ കണ്ടുമുട്ടും. അതായത് നമ്മുടെ ഇമോഷൻസ് അത്രയും പീക്ക് ലെവലിൽ വരാനുള്ള സാധ്യതയുണ്ടാവും. അതിനെ ഒന്നും അവഗണിക്കാതിരിക്കുക. അത് പെയിൻഫുള്ളാണ്, ഇറ്റ്സ് ഓക്കെ, പക്ഷേ അത് ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങളുടെ ഷാഡോ സൈഡിനെ ലവ് ചെയ്യുക, അതായത് സ്നേഹിക്കുക. നമ്മളായിട്ട് സ്നേഹിക്കുക, നമ്മളെ സ്വയം നമ്മളായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതൊരു ഇന്നർ വർക്കും ഏതൊരു ഷാഡോ സൈഡും നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നതാണ്. കാരണം ഇത് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കടന്നു പോകാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തീരാത്തത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായേക്കാം സ്വാഭാവികമായിട്ടും. പക്ഷേ ഇതിങ്ങനെയാണ് യൂണിവേഴ്സ്, അങ്ങനെയാണ് ഓരോ ഇൻസെക്യൂരിറ്റീസിനെയും ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഈ ഒരു ജേർണി കുറച്ച് ബുദ്ധിമുട്ടാണ്, ടഫാണ്, പക്ഷേ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് വരുന്നൊരു എനർജി എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ആണ്. സോ അടുത്ത നാളുകളായിട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള എനർജി തന്നെയാണ് വീണ്ടും കണക്ട് ചെയ്ത് വരുന്ന അത്തരത്തിലുള്ള കാർഡുകളാണ് കേട്ടോ വരുന്നത്. ഓക്കെ, സോ പുതിയൊരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമാണ്. സോ റീബർത്ത് എന്ന് പറയുമ്പോൾ ചിലർക്കൊരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ചിലർക്ക് റീബർത്താണ് കാണാൻ സാധിക്കുന്നത്. സോ ഭയപ്പെടേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും പുതിയ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതാണ്. ഓക്കെ, സോ അബൻഡൻസ്, പ്രോസ്പെറിറ്റി, ഗുഡ് ലക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ ഡാർക്ക്നെസ് തീർച്ചയായിട്ടും അവസാനിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എനർജി കണക്ട് ചെയ്ത് വരുന്നത് മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഷാഡോ വർക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഷാഡോ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ
നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തീർച്ചയായിട്ടും കടന്നു പോകുന്നതാണ്. ഇതിന് ശേഷം ഒരുപാട് അബൻഡൻസ് കടന്നു വരുന്നതാണ്. സോ ഈ ഒരു സമയം ചിലപ്പോൾ സ്ട്രക്കായിട്ട് പോയതായിട്ട് തോന്നുന്നുണ്ടാവും, എനർജി സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. സോ മൂവ് യുവർ ബോഡി. ഓക്കെ, ഡാൻസ് ചെയ്യാം, സ്പീഡിൽ നടക്കുക, ഓടുക, റൺ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ എനർജി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മൂമെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. എക്സസൈസ് ചെയ്യുക, മ്യൂസിക് ആൻഡ് ഡാൻസ്. ഓക്കെ, എന്തെങ്കിലും ഒരു റെസിപ്പി കുക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫുഡ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. കാരണം ഫൺ ക്രിയേറ്റ് ചെയ്യാൻ കൂടിയുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമാണിത്. സോ ഫൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക, ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പൊട്ടിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു കോമഡി സീനൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുക. കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായിരിക്കുക ഈ ഒരു സമയത്ത്. കാരണം ഒരുപാട് ഷാഡോ സെൽഫ് ഹീലായിട്ട് പോവുകയാണ്. അപ്പോൾ എനർജി ഹീലായി കഴിഞ്ഞാലും എനർജി സ്റ്റാഗ്നൻ്റ് ആയിട്ട് അവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ എനർജിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. താങ്ക് യു. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ, തേർഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ എനർജി ആയിട്ട് വരുന്നത് ഒരുപാട് പേരുടെ പുറമേ നിന്നുള്ള ഒരുപാട് പേരുടെ അറ്റാക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ വാങ്ങിക്കുന്നുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസാര രീതി അല്ലെങ്കിൽ ഒരു മാറ്റം അത് പുറമേയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു മിറർ എനർജി കൂടി ലഭിക്കുന്നു, അതായത് ഒരു ട്രിക്കി എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ചിന്തിക്കുക, മറ്റുള്ളവർ കാണുന്നതല്ല നിങ്ങളെ നിങ്ങളായിട്ട് അംഗീകരിക്കുക. ഓക്കെ, അപ്പോൾ പുറമേ നിന്നുള്ള ഒരാൾ നിങ്ങളെ വീക്ഷിക്കുന്നതും നിങ്ങൾ സ്വയം നിങ്ങളെ വീക്ഷിക്കുന്നതും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം വില കൊടുക്കാതിരിക്കുക, അവനവൻ്റെ വാക്കുകൾ കൂടി വില നൽകുക. ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രഷർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നുണ്ടാവും. അവർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്ത് അന്ന് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഈ രീതിക്ക് ആയി, ഇങ്ങനെയുള്ള സംസാര രീതികൾ വന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് പഴയ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പഴയ നിങ്ങളായിട്ട് ബിഹേവ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ട് ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ റിയൽ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ആവുന്നുണ്ടാവില്ല, അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നുണ്ടാവാം ഈ ഒരു സമയത്ത്. ഓക്കെ, സോ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളായിട്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഹൈ ഫ്രീക്വൻസിയിലേക്ക് പോകുന്ന സമയത്ത് ലോ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വിട്ടുപോകുന്നത് സ്വാഭാവികമാണെന്നുള്ള സത്യം മനസ്സിലാക്കുക. സോ മറ്റുള്ള ആൾക്കാരെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരിക്കുക എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. സോ എവിടെയൊക്കെയോ മാനിപ്പുലേറ്റീവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ നിങ്ങളെ തളർത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ നിങ്ങൾ വർക്ക് ചെയ്യുക, സ്മാർട്ടറായിട്ട് വർക്ക് ചെയ്യുക, നോട്ട് ഹാർഡർ. ഓക്കെ, അതായത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതായത് അവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്നെ ശ്രദ്ധിക്കും എങ്കിൽ മാത്രമേ എനിക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായിട്ട് തന്നെ നിൽക്കുക, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ എനർജി വളരെ ട്രിക്കി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കുറച്ച് കൺഫ്യൂഷനാണ് എങ്കിൽ കൂടി ഇത് എവിടെയൊക്കെയോ കണക്ട് ചെയ്യുന്നു. അപ്പോൾ യൂണിവേഴ്സൽ സൈൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. സോ എനിക്ക് വരുന്ന ഒറാക്കിൾ കാർഡ് സൈനാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ സൈനാണെന്നുള്ളത് ക്ലിയറായിട്ട് എനിക്ക് തരാൻ പറ്റുന്നില്ല എനർജി. സോ നിങ്ങൾ ഈ ഒരു സമയം യൂണിവേഴ്സിൻ്റെ അടുത്ത് ചില സൂചനകൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പല കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദിക്കുക സൈൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതിനുത്തരം എന്തെങ്കിലും ഒരു സൈൻ ആൻഡ് സിമ്പിളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്, കണക്ട് ചെയ്ത് വരുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ സത്യസന്ധരായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അവനവനോട് സത്യസന്ധരായിരിക്കുക. ഓക്കെ, സോ ഇതാണ് തേർഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. കാരണം എനിക്ക് എനർജി കൺഫ്യൂഷൻ ആണെന്ന് പറയാനുള്ള കാരണം ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു മിറർ എനർജി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മാനിപ്പുലേറ്റീവായിട്ടുള്ള ചില ആൾക്കാരുടെ എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് സൂചനകളാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് മേ ബി എന്തെങ്കിലും ഒരു സൂചന ചോദിച്ചിട്ടുണ്ടാവണം.
സോ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ യെസ് ഓർ നോ ആയിരിക്കാം. സോ ചോദിക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കുക. വിതിൻ 24 hours നിങ്ങൾക്ക് ആ ഒരു സൂചന ലഭിക്കും തന്നെയാണ് എൻ്റെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത്. സോ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ. തേർഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് ലഭിക്കുന്ന കേട്ടോ. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ. താങ്ക് യു.